സിംഗം 3 മാർച്ച് 23 ഞായറാഴ്ച വൈകുന്നേരം 6:45. ഒരു ദിവസം ഒരു സദ്യക്ക് ഊണ് കഴിക്കാതിരിക്കുന്ന സമയത്ത് ഒരു ആരാധന അപ്പുറത്ത് വന്നിട്ട് ചോദിച്ചു, തൈര് കൂട്ടിങ്ങനെ കുഴയ്ക്കുമ്പോൾ ഒരു ആരാധകൻ വന്നിട്ട്, ഐ ജയേട്ടാ, പാട്ടുകാർ തൈര് കഴിക്കാൻ പാടുണ്ടോ? കഴിച്ചാൽ കുഴപ്പം, കുറച്ചുകൂടി തൈര് കൊണ്ടുവരാ. അവനോടുള്ള വാശിക്ക് വീണ്ടും തൈര് കൊണ്ടിട്ട്, ഐ തൈരേ. ആദ്യത്തെ കൺമണി സിനിമയിൽ ഞങ്ങൾ ഡ്യുവറ്റ് പാടി. അമ്മാനത്തമ്പഴങ്ങ ചെമ്മാന ചെമ്പരത്തി ഉണ്ണിക്കൊരു 100 കൂട്ടം വേണം. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ പാടിയപ്പോൾ ജേട്ടൻ്റെ കൂടെ വേദിയിൽ എല്ലാ വേദിയിലും പാടാറുള്ള പാട്ടാണ് മല്ലികാബാണൻ. മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു മന്ദാരമലർ കൊണ്ടു ശരം തൊടുത്തു നമസ്കാരം. വിരൽ തൊട്ടാൽ വിരിയുന്ന സംഗീത പുഷ്പങ്ങളുടെ സുഗന്ധം മലയാളിക്ക് സമ്മാനിച്ച പ്രിയ ഗായകൻ പി ജയചന്ദ്രന്റെ ഓർമ്മകളിലൂടെയുള്ള യാത്ര തുടരുന്നു. നമ്മളിപ്പം ഒരു സുഹൃത്തുണ്ട്, ഒപ്പം വർക്ക് ചെയ്തവരുണ്ട്, പാട്ടുകാരുണ്ട്. ഇനി കടന്നു വരുന്നത് ഒരു ഗാന രചയിതാവാണ്. ഒരുപാട് മനോഹരമായ പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ജയേട്ടന്റെ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുള്ള രചയിതാവാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ലിറിസിസ്റ്റ് രാജീവ് ആലിംഗൻ. രാജീവേട്ടാ, നമസ്കാരം. നമസ്കാരം. രാജീവേട്ടൻ, എനിക്കൊന്നും ഒരു 100 പാട്ടെങ്കിലും ജേട്ടന്റെ ഭക്തിഗാനങ്ങളും ലളിതഗാനങ്ങളും ഒക്കെ ആയിട്ട് 100-ലേറെ പാട്ടുണ്ട്. 100-ലധികം പാട്ടുകളുണ്ട്. ഏതായിരുന്നു ആദ്യം ഓർമ്മയുണ്ടോ? 1999 ആ, അത് റിയാൻ സ്റ്റുഡിയോയിൽ വെച്ചാണ്. അയ്യപ്പ ഗാനമാണ്. ജോണി സാഗരിയാണ് അതിന്റെ പ്രൊഡ്യൂസർ. അപ്പം ഞാൻ അതുവരെ ജേട്ടനെ കണ്ടിട്ടില്ല. ഇങ്ങനെ വല്ലാതെ എൻ്റെ അച്ഛൻ ഒരുപാട് അന്ധമായിട്ട് ഇങ്ങനെ ആരാധിച്ചിട്ട് യേശുദാസിന്റെ പാട്ടിനേക്കാൾ കൂടുതൽ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിന്റെ റെക്കോർഡിങ്ങിന് പോകുമ്പോഴത്തേക്ക് അച്ഛനും വല്ലാതെ സന്തോഷിച്ച ദിവസം. കാര്യം ജയേട്ടനെ കാണാൻ പോകണല്ലോ ഞാൻ. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മുകളിലേക്ക് ഈ റിയാൻ സ്റ്റുഡിയോയുടെ താഴെ തന്നെ ഒരു ദോശക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക്, അപ്പോൾ ജേട്ടൻ വന്നു കഴിഞ്ഞു. അപ്പം ഞാൻ ആരാണെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ദോശ എന്ത് കഴിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ ദോശ കഴിച്ചെന്ന് പറഞ്ഞു. ഞാൻ പാട്ടെഴുത്തുകാരനാണ്, എൻ്റെ 10 പാട്ടാണ് ഇന്നും നാളെയായിട്ട് പാടുന്നതെന്ന് അറിയാൻ പാടില്ലാതെ തന്നെ ഇദ്ദേഹം ഏത് തരത്തിലുള്ള ദോശ, എങ്ങനെ, അത് നമ്മൾ പിന്നെ വലിയ ദോശയാണോ അത് ചെറിയ ദോശ, ഈ ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ടോ അറ്റം എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ റെക്കോർഡിസ്റ്റ് ഫ്രാൻസിസ് സാർ എന്നോട് പറഞ്ഞു, അല്ല നിങ്ങൾ ഒന്നും പരിചയമില്ലെന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ വലിയ കൂട്ടാണല്ലേ എന്ന് പറഞ്ഞു. എന്നോട് ഇത് തന്നെ സംസാരിച്ചിട്ട്, പിന്നെ അവിടെ നിൽക്ക് കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ സംസാരിച്ചിട്ടിരിക്കും. അതാണ് ദോശയിലൂടെയാണ് ബന്ധം തുടങ്ങുന്നത്. അതെ അതെ. അപ്പോൾ അവിടെ വെച്ച് ഒരുപാട് സംസാരിച്ചു. ഇങ്ങനെ പാട്ടൊക്കെ പാടി ഫോട്ടോ എടുത്തു. മ്യൂസിക് അത് ഉദയൻ ചേട്ടൻ. പക്ഷെ ഒരു ആത്മബന്ധം തുടങ്ങിയത് അവിടെ വെച്ചല്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് ചെന്നൈയിൽ പോയി. പിന്നെ ചിത്ര ചേച്ചിയുടെ ഓണപ്പാട്ട്. അപ്പോൾ ഈ ഓണപ്പാട്ടിന് ഒരുപാട് ഇതുണ്ടല്ലോ, പലതരം വകഭേദങ്ങളുണ്ട്. പ്രണയം, ഒരു ദുഃഖഗാനം, ഓണപ്രണയം, ഓണദുഃഖം, അതെ, ഒരു വള്ളപ്പാട്ട്, അങ്ങനെ ഓരോ പാട്ട്. അപ്പോൾ അതിലൊരു ദുഃഖഗാനം എഴുതണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്നിങ്ങനെ അപ്പം തോന്നി, ഇങ്ങനെ പതിരുള്ള നാഴൂരി നെല്ലുമായി എന്നമ്മ പടികേറിയെത്തുന്ന സായന്തനം, കണ്ണീര് പെയ്യുന്ന കോലായിൽ എന്നുടെ ശോകരാമായണ പാരായണം, ഓർമ്മകൾക്കിപ്പോഴും ബാല്യം, ഓണനിലാവ് പോൽ ദീപ്തം. അപ്പം ഇതിങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ എഴുതിയിട്ട് ആദ്യം ചേച്ചി പാടി, ചിത്ര ചേച്ചി പാടി. പിറ്റേ ദിവസം രാവിലെ വരുവാണ്. അപ്പം ഈ അടുത്തിരിക്കുന്ന രഘുകുമാർ സാറിൻ്റെ പാട്ടുകളോ അദ്ദേഹത്തിൻ്റെ മഹത്വം ഒന്നും അറിയാൻ പാടില്ലാത്തൊരു പ്രായമാണ് എൻ്റെ. ഇദ്ദേഹം ഇരുന്ന് ഇങ്ങനെ കമ്പോസ് ചെയ്യുന്നു, ഞാൻ അടുത്തിരിക്കുന്നു. വന്നു രൂ എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷമായി. ഈ പാട്ട് കേട്ടു, ഉടനെ കരച്ചിൽ തുടങ്ങി. സങ്കടപ്പെടുന്നു, ഷോ ഷോ ഓ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പറഞ്ഞു, ഇതാരെഴുതി എന്ന് ചോദിച്ചു. ഇത് കണ്ണദാസം പോലെ എഴുതൂലെന്ന് പറഞ്ഞു. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ടോപ്പാണ്, അൾട്ടിമേറ്റ് ആണ്. അതിനപ്പുറത്ത് ഏറ്റവും താഴെ അല്ലെങ്കിൽ കൊള്ളാം, നാളെ അതില്ല. അദ്ദേഹത്തിന്റെ വളരെ കുറച്ച് പാട്ടേ ബൈഹാർട്ടുള്ളൂ. മറ്റേ ചെറിയ ബുക്ക് ഇല്ലാത്ത പരിപാടി അദ്ദേഹത്തിന് ഇല്ല. അതും ഒരു പ്രത്യേകതയാണ്. സ്വന്തം പാട്ടുകൾ ബുക്ക് വെച്ച് പാടുകയും മുഹമ്മദ് റാഫി സാഹിബിന്റെ യേശുദാസ് സാറിന്റെ പാട്ടെല്ലാം
അല്ല, സ്വന്തം പാട്ടുകള് ബുക്ക് വെച്ച് പാടുന്നതിനൊരു കഥയുണ്ട്. അതെ. അതെന്താ വെച്ചാല് ഒരു സ്റ്റേജില് ആ. നീലഗിരിയുടെ സഖികൾ അതെ, അതെ. പാടി, അതെ, ആ. ആ പാട്ട് പാടുമ്പോ നിന്റെ നീലവാർമുടി ചുരുളിന്റെ അറ്റത്ത് ഞാൻ എന്റെ മുറി കൂടി പണിയിച്ചോട്ടെ എന്ന് പാടി. തിരിച്ചു. അതെ, അതെ. പേടിച്ചു. ഭയങ്കര പ്രശ്നമായി പോയി. ആ. കാരണം പിന്നെയാണ് പാടിക്കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ച് നീലവാർമുടി അപ്പൊ ഒരാൾ വന്നിട്ട് ചോദിച്ചു, സാറേ അല്ല ഈ മുടിയുടെ അറ്റത്ത് എന്തുകൊണ്ടാ മുറി പണിയുന്ന, ഇഷ്ടിക കൊണ്ടാണോ കല്ലുകൊണ്ടാണോ? അങ്ങനെ പുള്ളിക്ക് അത് ഒബ്സഷനായി. ഇപ്പം ജയചന്ദ്രൻ എന്ന മഹാനായ ഗായകനെ വളരെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ശരത് സാർ ഓർമ്മ. ജയേട്ടൻ ആ ശബ്ദവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ ഉച്ചരിക്കുന്ന രീതിയും എല്ലാം വ്യത്യസ്തം. പിന്നെ അദ്ദേഹത്തിന് പകരം അദ്ദേഹം മാത്രമേ ഉള്ളൂ. ഇപ്പം മറ്റ് പല ഗായകർക്കും അദ്ദേഹത്തിനെ പോലെ പാടുന്നതെന്ന് പറഞ്ഞ് ഈ അതുപോലെ പാടുന്ന കുറച്ച് പേര് അറ്റ്ലീസ്റ്റ് ശ്രമിക്കുന്നവരെങ്കിലും ഉണ്ട്. പക്ഷേ ജയേട്ടൻ്റെ ഈ വോയിസിന് അങ്ങനെ ആരും ശ്രമിച്ചിട്ടില്ല. കാര്യം അതൊരു ജെന്യൂനായിട്ടുള്ള ശബ്ദമാണ്. അദ്ദേഹം ഇപ്പം കുറേ പാട്ടൊന്നും എനിക്ക് പാടില്ല, വളരെ കുറച്ച് പാട്ടുകൾ. പക്ഷേ ആൽബത്തിലും എനിക്കൊരു ഫിലിമിലും ഒക്കെ ജയേട്ടൻ പാടിയിട്ടുണ്ട്. അത് മാത്രമല്ല, അയ്യപ്പൻ്റെ ഒരു ഉണർത്ത് പാട്ട് അത് ആർക്കും അറിഞ്ഞുകൂടാ. ഒരു 40-45 മിനിറ്റോളം വരുന്ന ഹരിവരാസനം ഉറക്കപ്പാട്ടാണ്. അത് ദാസേട്ടൻ പാടിയിട്ടുണ്ട്. ഇത് ഉണർത്ത് പാട്ട് യോഗേഷ് സ്വാമി രചിച്ച് ജയേട്ടൻ പാടിയത്. അപ്പോൾ അതൊന്ന് പുറത്ത് കൊണ്ടുവരണം, ഒരു വീഡിയോ ആക്കി കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. അതിമനോഹരമായി അദ്ദേഹം പാടിയിട്ടുണ്ട് ഒരു രാഗമാലിക. അപ്പോൾ ജയേട്ടൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ജീവിക്കുന്നു. അതല്ലാണ്ട് ഒന്നും പറയാനില്ല. ആ ശബ്ദത്തിന് പകരം വേറൊരു ശബ്ദവുമില്ല. എത്ര പാട്ടുകളാണ് മനോഹരമായി അദ്ദേഹം പാടിയിരിക്കുന്നത്. പിന്നെ ജയേട്ടന് ഏറ്റവും ഇഷ്ടം ജയേട്ടൻ്റെ പാട്ടുകൾ തിരിച്ച് പാടുന്നതല്ല, മറ്റുള്ളവർ പാടിയ പാട്ടുകൾ നമ്മളെ പാടി കേൾപ്പിക്കുന്നതിലാണ്. ദാസേൻ്റെ പാട്ടാണെങ്കിലും മുഹമ്മദ് റാഫി സാഹിബിൻ്റെ പാട്ടാണെങ്കിലും അതങ്ങ് ഇവരെ പറ്റിയൊക്കെ പറഞ്ഞാൽ മതി, അങ്ങ് വാചാലനാവും. ഏറ്റവും കൂടുതൽ എന്നോട് ജയേട്ടൻ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ദേവരാജ മാഷ്, അതുപോലെ MSV സാർ, പി സുശീലാമ്മ, മുഹമ്മദ് റാഫി സാർ. ഇത് മതി. ജയേട്ടന് ചാപ്പാട് വേണ്ട, വെള്ളം വേണ്ട, ഒന്നും വേണ്ട. ഈ 4 പേരുടെ കഥ പറയാൻ 4 പേരെ ഇരുത്തിയാൽ മതി. ഇതും കേട്ടുകൊണ്ടിരുന്നുള്ളൂ ജയേട്ടൻ. അത്രയ്ക്ക് ശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു. ഇതൊക്കെയാണ് ജയേട്ടൻ. ആ തുള്ളിച്ചാടി നടക്കുന്ന, എന്തും വായി തോന്നിയൊക്കെ പറഞ്ഞും പാടിയും നടക്കുന്ന ആ ജയേട്ടൻ എൻ്റെ മനസ്സിലുണ്ട്, നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അദ്ദേഹം ആ മനസ്സിൽ എപ്പോഴും ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി. ഞാൻ പറയാം, ഈ പതിരുള്ള നാഴൂരി എൻ്റെ വീട്ടിലിരുന്നിട്ട് 1000 തവണ പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, വിശ്വാൻ ചേട്ടൻ, ഫസ്കസിൻ. അദ്ദേഹത്തിന് ഇത് പാടിക്കൊടുക്കുക, അദ്ദേഹം പാടുക, തിരിച്ചു പാടുക. അപ്പം അങ്ങനെ കഴിഞ്ഞിട്ട് നിർത്തില്ല. എന്നിട്ട് ഇപ്പോൾ ചിതലുകൾ ചിത്രം വരയ്ക്കുന്ന ചുമരിൽ എന്താ എഴുത്ത്, ചിതലുകൾ ചിത്രം വരയ്ക്കുന്ന ചുവരിൽ ചിരിതൂകി അച്ഛൻ്റെ ഛായാചിത്രം. ലിറിക്സിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അതുപോലെ ക്ലാവ് പിടിച്ചൊരു ഒട്ടുകിണ്ണം പോലെ കുഞ്ഞേച്ചിതൻ ലോലച്ചിത്തം. ഒരു എന്താ പറയുക, സാധാരണ കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷത്തെ അതിമനോഹരമായി എഴുതപ്പെട്ടത്. മറ്റേ രഘുവേട്ടൻ്റെ അതിഗംഭീരമായ സംഗീതത്തിൽ ഇദ്ദേഹത്തിന്റെ ശബ്ദം കൂടെ വന്നപ്പോൾ അത് ഇപ്പൊ ഈ അങ്ങനെയല്ല, അതായത് ദാരിദ്ര്യം സമ്പന്നമായി എഴുതുക എന്ന് പറയും. അതന്നെ ദാരിദ്ര്യത്തിന്റെ, അതാ കറക്റ്റ്. ഏറ്റവും രസകരമായ കാര്യം എന്താ പറയുക, ജോൺസേട്ടന്റെ ആദ്യത്തെ പാട്ട് ട്യൂൺ പാടിയത് ജയേട്ടനാണ്. വിപിന പാടിക കുയില് തേടി വിപഞ്ചിയോ മണി വിരൽ ചെന്നൈയില് കൊണ്ടുപോകുന്നത് ജോൺസൺ മാസ്റ്ററുടെ സെബേട്ടനൊക്കെ. ജോൺസൺ മാസ്റ്റർ ട്യൂൺ ചെയ്യുന്ന ആദ്യത്തെ പാട്ട് ജയേട്ടന്റെ പാട്ടാണ്. രവീന്ദ്രൻ മാഷ് ട്യൂൺ ചെയ്യുന്ന ആദ്യത്തെ പാട്ട് ജയേട്ടന്റെ പാട്ടാണ്. അങ്ങനെ ഒരുപാട് തുടക്കങ്ങൾക്ക് ഇപ്പം ചിത്ര ചേച്ചി പറഞ്ഞു, ചിത്ര ചേച്ചി ആദ്യമായിട്ട് സ്റ്റേജിൽ പാടുന്ന ജയേട്ടന്റെ കൂടെയാണ്. അങ്ങനെ പലരുടെയും എന്താ. പക്ഷേ ഇതിലെ എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നുന്നത്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ നിഷ്കളങ്കമായ ശിശുസഹജമായ ഈ സ്നേഹവും ഇടപെടലും അതിൻ്റെ ആഴം, അതിൻ്റെ അഴകൊന്നും പിടികിട്ടില്ല. ഒരാൾ കടന്നു പോയി കഴിയുമ്പോഴാണ് അതിൻ്റെ ആ നിഷ്കളങ്കത പിടികിട്ടുന്നത് നമുക്ക്. ഒരു ജില്ലയിലെ കളക്ടർ ചാർജ് എടുക്കാൻ വരുന്നതിന് മുമ്പ് ആരാധനയോടെ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തോടെ ചോദിക്കുവാണ്, കെട്ടിപ്പിടിച്ച പറഞ്ഞ കൈയ്യട് ആരോട്? കളക്ടറോടെ. കളക്ടറുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പാലക്കാട് ഒരു ഓണാഘോഷ പരിപാടികളിൽ ഒരു മന്ത്രിയും വരണം, MLA വരണം. മന്ത്രി MLA വരാതെ പറയാൻ പറ്റില്ല. കാരണം ജനാധിപത്യ സംവിധാനത്തിൽ മന്ത്രിയാണ് മുകളിൽ, പിന്നെ MLA ആണ് വരണം. ജയേട്ടന് 6:30 പ്രോഗ്രാം, ജയേട്ടൻ 6 മണിക്ക് എത്തി അവിടെ ഇരുന്നു. 7 7:15 അപ്പൊ സംഘാടകർ വിളിക്കുക, എവിടെ എന്താ തുടങ്ങാത്ത? ഞാൻ ഇപ്പൊ കയറി തുടങ്ങും. അപ്പൊ പറഞ്ഞു, അല്ല സാർ മിനിസ്റ്റർ വരണം.
മിനിസ്റ്റർ വരണോ മിനിസ്റ്റർ വരണോ എനിക്കറിയണ്ട, ഞാൻ കയറി പാടും. MLA വരണം, MLA എൻ്റെ കാര്യം അറിയില്ല. അങ്ങനെ ആകെ പ്രശ്നമായപ്പോഴാണ് പുതിയൊരു ചെറുപ്പക്കാരനായിട്ടുള്ളൊരു പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു സബ് കളക്ടർ, ഒരു സുന്ദരക്കുട്ടനായ ഒരാൾ, ഗാനസ്നേഹി വന്നിട്ട് ജയേട്ടനെ സമാധാനിപ്പിക്കാൻ ഞാൻ പോയി സംസാരിക്കാം. അങ്ങേര് പോയി വന്നിട്ട്, സാർ നമസ്കാരം. നമസ്കാരം. എന്ത് നമസ്കാരം ഈ സമയത്ത്? പരിപാടി തുടങ്ങും. സാർ അതാണ് മിനിസ്റ്റർ വരാൻ കുറച്ച് സമയം എടുക്കുക, അതുകൊണ്ടാണ്. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല സാർ, ഞാനിവിടുത്തെ സബ് കളക്ടറാണ് സാർ. അതിന് ഞാനെന്താ വേണ്ടേ? ഒരു ചാനലിൽ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ വരികയാണ്. ഈ ജയേട്ടനും ഞാനും തമ്മിലുള്ളൊരു ഇൻ്റർവ്യൂ ആണ് ചാനലിലെ പരിപാടി. അപ്പോൾ ഈ സുഹൃത്തിനെ ഒന്ന് ജയേട്ടനെ പരിചയപ്പെടണം. അപ്പം ഞാൻ കയ്യോ പറഞ്ഞു, ജയേട്ടൻ്റെ പാട്ടുകൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു കളയരുത്, റാഫി സാഹിബിൻ്റെ ഒരു ആരാധനാണെന്ന് പറഞ്ഞിട്ട് ചെന്ന് പരിചയപ്പെട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ അടുത്തിരുന്ന മനോഹരൻ ചേട്ടൻ, ഇദ്ദേഹത്തിൻ്റെ സന്തത സഹചാരി, പറഞ്ഞു, ഈ സൂത്രം എല്ലാവർക്കും പറഞ്ഞു കൊടുത്തേക്കല്ലേ. അപ്പൊ ഈ സന്തത സാഹചര്യം മനോരഞ്ജൻ ചേട്ടൻ എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഞാനും രാജലക്ഷ്മി മോഹം കൊണ്ട് ഞാൻ എടുത്തു വെച്ചിട്ട് നേരെ എത്രയാന്ന് അറിയാമോ? മോഹം കൊണ്ട് പറയാണ്. ആ മോഹം കൊണ്ട് തന്നെ പാടട്ടെ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി നീലേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. ഈ സാഹചര്യത്തിൽ ഇപ്പം നിങ്ങൾ സന്തത സഹചാരിയായ മനോരഞ്ജൻ ചേട്ടൻ എന്ന് പറഞ്ഞല്ലോ, ഒരു 15 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ടെലിവിഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡാറ്റ, അപ്പം ഇപ്പം ഈ വിക്കിപീഡിയ ഗൂഗിളിലൊക്കെ കുറേയൊക്കെ കിട്ടുമെങ്കിലും കുറച്ച് പേഴ്സണലൈസ്ഡ് ഡാറ്റകൾ ആവശ്യമുണ്ടായിരുന്ന ഞാൻ ജയേട്ടനെ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ നമ്മൾ ആദ്യം ഇന്നത് എന്താ എന്നെപ്പറ്റിയാണോ ചോദിക്കണ്ടേ? എന്നെപ്പറ്റിയാണെങ്കിൽ എന്നോട് ചോദിക്കണ്ട, ഞാനൊരു നമ്പർ അയച്ചു തരാം, അയാളോട് ചോദിക്കൂ എന്നാണ് പറഞ്ഞത്. കാരണം ജയേട്ടൻ എന്ന് പറയുന്ന ഒരാളെ ഇത്രയധികം അറിയാവുന്ന, ഇത്രയധികം ഒപ്പം നിൽക്കുന്ന, ജയേട്ടൻ എന്ന് പറയുന്ന ആളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. എനിക്ക് തോന്നുന്നു ഒരു എത്രയോ വർഷം ഈ വാട്സപ്പൊക്കെ കണ്ടുപിടിച്ച സമയം തൊട്ട് ജയേട്ടന്റെ പാട്ടുകൾ ഡെയിലി ഒരു 100 പേർക്കെങ്കിലും വാട്സപ്പിലും അയച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് ജയേട്ടന്റെ മലയാളം പാട്ടുകൾ മാത്രമല്ല, തമിഴ് പാട്ട്, കന്നഡ പാട്ട്, തെലുങ്ക് പാട്ട്, അപൂർവമായ. അത് മാത്രമല്ല, മനോരഞ്ജൻ ചേട്ടന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ജയേട്ടനെ കുറിച്ച് പുസ്തകം എഴുതിയ ആളാണ്. പി ജയചന്ദ്രൻ മലയാളത്തിന്റെ മധുചന്ദ്രിക, മാതൃഭൂമിയുടെ MT വാസുദേവൻ സാറാണ് ആമുഖം എഴുതിയത്. മനോരഞ്ജൻ ചേട്ടന്റെ മറ്റൊരു വലിയ പ്രത്യേകത, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. നേരത്തെ പറഞ്ഞ എല്ലാ വിശേഷങ്ങളുമുള്ള, നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന, മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട പി ജയചന്ദ്രൻ എന്ന ഗായകൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന ഒരാൾ, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മനോരഞ്ജൻ. ഈ മനോരഞ്ജൻ ചേട്ടനെ കാണുമ്പോ എന്താ ഓർമ്മ വരികയെന്നറിയോ? എന്താണ്? ഒരുപാട് പ്രസംഗകര് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഒരു മീറ്റിംഗ് സ്ഥലത്ത്. അവിടേക്ക് സുമാർ അഴീക്കോട് വന്നു കഴിഞ്ഞാൽ മറ്റ് പ്രസംഗകർക്കൊന്നും പിന്നെ പ്രസംഗിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാം സുമാർ അഴീക്കോട് പറയും. എന്ന് പറഞ്ഞ പോലെ ജയേട്ടനെ കുറിച്ച് മനോഹരൻ ചേട്ടൻ്റെ എന്താ പറയുക, മനോഹരൻ ചേട്ടൻ തന്നെയാണോ ജയേട്ടൻ എന്ന് പലപ്പോഴും തോന്നിയില്ല. കാരണം ജയേട്ടനെ ഇത്രയ്ക്കധികം മനസ്സിലാക്കിയിട്ടുള്ള, ഇത്രയ്ക്കധികം കൂടെ നടന്നിട്ടുള്ള, ഇപ്പോഴും മനോഹരൻ ചേട്ടൻ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ കണ്ടപ്പോൾ പറയായിരുന്നു, ഇത് വലിയൊരു ദുഃഖമാണ് ഈ സംസാരിക്കൽ, പക്ഷേ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ ആരും സംസാരിക്കും എന്നതായിരുന്നു. ഇങ്ങനെയാണ് ഈ ഒരു ആത്മബന്ധത്തിന്റെ തുടക്കം എവിടെ നിന്നാണ്? അത് വളരെ രസകരമാണ്. ഒരു 66 യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് പുറത്തു വരുന്നത്. ഫസ്റ്റ് സോങ് കളിത്തോഴൻ എന്ന ചിത്രത്തിലെ മഞ്ഞളെ മുങ്ങിത്തോർത്തിയാണ് ആദ്യമായിട്ട് പുറത്തു വരുന്നത്. പക്ഷേ അദ്ദേഹം 65 റെക്കോർഡ് ചെയ്തത് കുഞ്ഞാലി മരക്കാറിലെ ഒരു മുല്ലപ്പൂമാലയുമായി നീന്തി 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 വന്ന് അങ്ങനെ പാട്ടാണ് ആദ്യം റെക്കോർഡ് ചെയ്തത്. പ്രേമയുമായിട്ടുള്ള ഒരു ഗാനം 65. പക്ഷേ കുഞ്ഞാലി മരക്കാർ ഇറങ്ങുന്നത് 67.
അപ്പോൾ 66 ഈ മഞ്ഞളി മുങ്ങിത്തോർത്തി ഇറങ്ങുമ്പോൾ അതിൻ്റെ ആ ഹമ്മിങ് ആദ്യം കേട്ട് ആ ശബ്ദത്തിൽ ശരിക്കും ആകർഷനായിട്ട്, ഇപ്പോൾ യേശുദാസിൻ്റെ പാട്ട് ഇങ്ങനെ കേട്ടിരിക്കുന്ന സമയത്താണ് ഈ ശബ്ദം വരുന്നത്, വ്യത്യസ്തമായ ശബ്ദം. അതിഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ ഇങ്ങനെ അനുഗമിച്ചു. 67 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗാനമേള കൊല്ലം ഫാത്തിമ കോളേജിൽ. നേരത്തെ നമ്മുടെ വാര്യർ പാടിയ പോലെ ശ്രീ ശബരീശ അത് പാടിയാണ് തുടങ്ങിയത്. 66 ജയവിജയ എഴുതി സംഗീതം നൽകിയ അദ്ദേഹം പാടിയ ആദ്യത്തെ ഭക്തിഗാനമാണത്. അതാണ് ഗാനമേളയ്ക്ക് ആദ്യമായിട്ട് പാടുന്നത് 1967 കൊല്ലം ഫാത്തിമ കോളേജിൽ. അതിനുശേഷം മിക്കവാറും അദ്ദേഹത്തിന് ഗാനമേളകളിൽ ഇൻഡിവിജ്വൽ നടത്തുന്ന ഗാനമേളയിലെല്ലാം ഫസ്റ്റ് സോങ് അത് തന്നെയായിരിക്കും. കൊട്ടാരക്കര അതിൻ്റെ പ്രശ്നം ഉണ്ടാവുകയും ചെയ്തു. ഗണപതിക്ഷേത്രത്തിൽ പാടിയതിന് ആദ്യം ശ്രീ ശബരീശ പാടിയിട്ട് വിഘ്നേശ്വരൻ പാടി അവിടുത്തെ ആൾക്കാർ ബഹളം ഉണ്ടാക്കി, എന്തിനാണ് ഗണപതി ആദ്യം പാടാത്തതെന്ന് വെച്ചത്. അപ്പോൾ അതാണ് എൻ്റെ ഇത്. എന്നിട്ട് 68 തിരുവനന്തപുരത്ത് ഒരു ഗാനമേള വന്നു, ഒരു കാവിൽക്കടവ് അമ്പലത്തിൽ. ഇപ്പം ഞങ്ങൾ നാട്ടിലുള്ള എല്ലാവരും കൂടി, ഞങ്ങൾ സുഹൃത്തുക്കൾ കൂടി പോയി കേട്ടു. അങ്ങനെ ആദ്യത്തെ ഗാനമേള കേൾക്കുന്നു. പിന്നെ ഒരു 150-200ഓളം ഗാനമേളകൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല സ്ഥലങ്ങളിൽ. കോഴിക്കോട് 69 ഒന്ന് കേട്ടിട്ടുണ്ട്. MSV സാറ് കോഴിക്കോട് ഒരു ഗാനമേള നടത്തിയപ്പോഴത്തേക്ക് അന്ന് സംഗീത സംവിധായകൻ രഘുകുമാറിൻ്റെ അമ്മയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഇദ്ദേഹത്തെ കൂടെ പാട്ട് പാടിച്ചു MSVയുടെ ഗാനമേളയിൽ. യേശുദാസ് സാറിൻ്റെ കാറ്റടിച്ചു ഓടും കാറ്റടിച്ച പാട്ടാണ് അദ്ദേഹം പാടി. ആ ഗാനമേള വരെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ പോയി 94 അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം വന്നു വെള്ളി നക്ഷത്രം വാരികയിൽ, മാസികയിൽ. അപ്പോൾ ആൾ ചോദിക്കുന്നു, അത് താങ്കളുടെ ആരാധകരെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നു. പറഞ്ഞു, എനിക്ക് ആരാധകരില്ല, എല്ലാം എൻ്റെ ബന്ധുക്കളാണ്, ഈ പ്രദീപിനെ തന്നെ നോക്കൂ എന്ന് പറയുന്നു. അപ്പോൾ പ്രദീപ് എന്നൊരു വിദ്വാൻ തിരുവനന്തപുരത്തുണ്ട്, നമ്മൾ അടുത്ത് തന്നെ, പൂജപ്പുറക്കാരൻ. അപ്പോൾ അദ്ദേഹം 92 അദ്ദേഹമായിട്ട് ബന്ധം സ്ഥാപിച്ച് കഴിഞ്ഞു. അദ്ദേഹം ഇങ്ങനെ ഇൻലൻഡ് വാച്ച് എഴുതി അദ്ദേഹത്തിന് കത്തുകളയക്കും, തിരിച്ച് മറുപടി അയക്കും. അങ്ങനെ നെയ്യാറ്റിൻകര ക്ഷേത്രത്തിൽ അദ്ദേഹം പാടാൻ വന്നപ്പോൾ നേരിട്ട് പോയി ബന്ധപ്പെട്ടു, അങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ 2 വർഷം കഴിയുമ്പോൾ ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരാളുണ്ടെന്ന് മനസ്സിലാക്കുന്നു, പോയി കണ്ടു. അപ്പോൾ 95 M. ജയചന്ദ്രൻ്റെ സ്മൃതിൻ ചിറകിലേറി എന്ന ഗാനത്തിന് റെക്കോർഡിങ്ങിന് തരങ്കിണി വരുന്നു. പ്രദീപ് എന്നെയും കൂട്ടി അവിടെ ചെല്ലുന്നു. അപ്പോൾ സാധാരണ എല്ലാവരും പറയുമ്പോൾ എന്നെ വന്നു കണ്ടു, പറഞ്ഞു, ചേട്ടാ എന്നെ പ്രദീപ് മാഷ് നൽകി, ആ മനോരമ മാഷ് ചേട്ടൻ്റെ ആരാധകനാണ്. ആണോ, ശരി കാണാം, അത്രയല്ലേ, പോയി. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം അദ്ദേഹം പ്രദീപിൻ്റെ വീട്ടിൽ വന്നു. അപ്പം ഞാൻ പ്രദീപ് എന്നെ പറഞ്ഞു, നാളെ ജേട്ടൻ വരുന്നുണ്ട്, 2 ദിവസം പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ അവിടെ ചെന്നു. ഞാൻ ഇദ്ദേഹം ഇരിക്കുമ്പോൾ കസേരയിരിക്കും, അവരുണ്ടൊരു വർത്തമാനം പറയും. അപ്പോൾ ഉച്ചയ്ക്ക് 1 മണി വരെ ഇരിക്കും. ഊണ് കഴിഞ്ഞ സമയം ഞാൻ വീട്ടിൽ പോകും. ഞാൻ ഇറങ്ങുമ്പോൾ ഇയാൾ എന്തൊരു ബോറിനാണ്, രാവിലെ മുതൽ വളർന്ന് എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുക, എന്ത് വൃത്തിയുടെ ആൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രദീപിൻ്റെ ചൂടാവും. എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അങ്ങനെ 2 പ്രാവശ്യം 3 പ്രാവശ്യം തിരുവനന്തപുരത്ത് വന്നപ്പോഴെല്ലാം ഇത് ആവർത്തിച്ചു. അദ്ദേഹം ചീത്ത പറഞ്ഞു. ഞാൻ പക്ഷേ എൻ്റെ അടുത്ത് കൂടെ പറഞ്ഞിട്ടില്ല, പ്രദീപിൻ്റെ കൂടെ. അടുത്ത പ്രാവശ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല പ്രദീപ് പറഞ്ഞു, ഇങ്ങനെ ഒരു കല്ലമ്പലത്തൊരു ഗാനമേളയുണ്ട്, മാഷോടൊന്ന് പോകുമോ എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത്. അപ്പം നമുക്കൊരു അവസരം വീണ് കിട്ടിയതാണ്. അങ്ങനെ 2 പേരും കൂടെ പോയി കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഇരുന്നു, പാട്ടുകളൊക്കെ സംസാരിച്ചു. അപ്പോൾ പാട്ടുകൾ സംസാരിച്ചപ്പോൾ ആൾ വാചാലനായി. അങ്ങ് എത്തിയപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളായി. ഒരു കാർ യാത്രയിൽ എങ്ങനെ സ്വന്തം ആളായി. ആ ഗാനമേളക്ക് പൈസ എല്ലാം കളക്ട് ഞാനാണ്. എന്നിട്ട് അവരുടെ ഓരോരുത്തർക്ക് പൈസയൊക്കെ വീതിച്ചു കൊടുത്തൊക്കെ ഞാനാണ്. അത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ ഒരു ചെറിയ വീട് വാങ്ങി 97. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ താമസിക്കാമെന്ന് ചോദിച്ചപ്പോൾ ശരി എന്ന് പറഞ്ഞ് വന്നു. 6 ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. രാത്രി 3 മണി വരെ പാടിയും പറഞ്ഞു. പിന്നെ ആ വീട്ടിൽ ഇറങ്ങിയിട്ടില്ല. ഞാൻ കേട്ടത് ഇപ്പോഴും തിരുവനന്തപുരത്ത് വന്നാൽ ഈ കമ്പനിക്കാരന് എത്ര വലിയ സ്റ്റാർ ഹോട്ടൽ കൊടുക്കാന്ന് പറഞ്ഞാലും. എന്നിട്ട് ഈ 6 പോകുമ്പോൾ പറഞ്ഞു, മനോഹര നമ്മൾ തമ്മിൽ എന്തോരം മുജ്ജൻപേ ബന്ധമുണ്ട്, നമ്മൾ വളരെ മുൻപേ പരിചയപ്പെടേണ്ടതായിരുന്നു. ശരിക്കും മനോരഞ്ജൻ എന്താ ജോലി ചെയ്യുന്നത്? എന്താണ്? ഞാൻ ബേസിക്കലി ഒരു KSRTCയുടെ എംപ്ലോയി ആയിരുന്നു ഒരു കാലം. 71 മുതൽ 84 അവിടുത്തെ കമ്പ്യൂട്ടർ ഡിവിഷൻ്റെ ആളായി. 2002 ടിക്കറ്റ് മെഷീൻ ഉണ്ടാക്കി. അവിടുത്തെ 2004 ഞാൻ ടെക്നോ പാർക്കിൽ പോയി അവിടെ നിന്ന് രാജിവെച്ചിട്ട് എല്ലാ വോളണ്ടറീസ്. വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, നമ്മൾ ഈ പറഞ്ഞ കൊച്ചു പാട്ടുപുസ്തകമില്ലേ, അതിൽ പാട്ട് എഴുതി കൊടുക്കുന്ന ഞാനാണ് പഠിക്കുന്നത്. നമ്മൾ കാണുന്ന പി ജയചന്ദ്രൻ ഗായകന്റെ എല്ലാ കൊച്ച് കയ്യിൽ പിടിക്കുന്ന പാട്ട് ബുക്കുകളിലും പാട്ട് എഴുതി കൊടുക്കുന്ന ആളാണ് കേട്ടോ. ഈ കൈപ്പടയിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ണട വേണ്ടെന്നാ പറയുന്നത്. ഈ പറഞ്ഞ പ്രദീപിന്റെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. പ്രദീപിന്റെ വീട്ടിൽ ഞാൻ പോയപ്പോഴത്തേക്ക് ജയേട്ടൻ വീട്ടിൽ കിടന്നുറങ്ങുന്ന അതേപോലെ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉറക്കം വരുന്ന വീട് 2 വീടാണ്. ഒന്ന് പ്രദീപ് മനോഹരന്റെ വീടും. 2 വീട്ടിൽ ചെന്ന് ഉറക്കം വരും. അതായത് അവിടെ മാത്രമേ ശാന്തമായ ഒരു സുരക്ഷിത ബോധം അദ്ദേഹത്തിനുള്ളൂ.
ഇവർ രണ്ടുപേരും ജീവനായിരുന്നു അദ്ദേഹത്തിന്റെ. ഏതോ കൂടപ്പുറപ്പ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും മനോഹര. ഇപ്പോൾ ഈ സ്മാർട്ട് ഫോണൊന്നുമില്ല, സാധാരണ നോക്കിയ ഫോണേ ഉള്ളൂ. SMS നോക്കാൻ പോലും അറിയില്ല. ഫോൺ എടുക്കും, ഫോൺ വയ്ക്കും, അത്രേ ഉള്ളൂ. അവിടെ നിന്ന് തിരുവനന്തപുരത്ത് വരുമ്പോഴാണ് ഞാൻ SMS നോക്കിയിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് വീണ്ടും കൊടുക്കുക. പക്ഷേ ഇന്ത്യൻ ഭാവഗായകൻ എന്ന് പറയുന്ന പി ജയചന്ദ്രൻ ചേട്ടന് വാട്സാപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, സ്മാർട്ട് ഫോണിൽ. പക്ഷേ ഈ കൊറോണ വന്ന സമയത്ത് ഈ ഓക്സിജൻ നോക്കാനും ടെമ്പറേച്ചർ നോക്കാനും പഠിച്ചു. അപ്പോൾ എന്നെ കൊടുക്കും മനോരമ 36.7 ഉണ്ട്, ഇത് പനിയാണോ? ഞാൻ പറയാം ഇത് പനിയല്ല മാഷെ, 38 ആവണം, 38 പനിയാവുള്ളൂ. പിന്നെ ഒരു കുറച്ച് ഞാൻ പറയും ഒരു 37.5 വരെയായി, ചെറിയ ചൂടില്ലേ? ഞാൻ പറയാം അത് കുഴപ്പമില്ല, ശരി. ചില ദിവസം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ പറയും ഇന്ന് ശരിക്കും ഉറക്കം കിട്ടത്തോണ്ട് രാത്രി ഒന്ന് വിളിച്ചോട്ടെ? ഞാൻ പറയും വിളിക്കാം. അപ്പോൾ ചിലപ്പോൾ 2 മണിക്ക് വിളിക്കും, രാത്രി 2 മണി വിളിച്ചിട്ട് ഒരു അരമണിക്ക് വർത്താനം പറഞ്ഞാൽ ഇന്ന് മനോഹരം ഉറങ്ങിക്കോ എന്ന് പറയും. അങ്ങനെ ഒരു അതാണ് ആ ഒരു രീതിയാണ്. പാട്ടിൽ ഏകാന്ത പഥികനാണ് പാട്ടുകാരൻ എന്നുള്ള രീതിയിലെങ്കിലും ഏകാന്തത ഇഷ്ടപ്പെടുന്ന ആളായിരുന്നില്ല. എപ്പോഴും ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ അവസാനമായിട്ട് ചേട്ടനായിട്ട് ഞാൻ കണ്ടത് ഇവിടെ ഹോട്ടൽ റൂമിൽ മാരിയറ്റിൽ അദ്ദേഹം ഒരു പരിപാടിക്കായിട്ട് വന്നതാണ്. എന്നെ വിളിച്ചു, എവിടെയുണ്ട്, ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ അവിടെ ചെന്നു. അദ്ദേഹമായിട്ട് കുറേ സമയം ഇതുപോലെ കട്ടിൽ കിടന്ന് കുറേ പാട്ടുകൾ പാടി. അപ്പം ഞാനിത് റെക്കോർഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ചെയ്തോളാം. എന്നിട്ട് കുറേ റഫി സാഹിബിന്റെ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന് 2000 മുമ്പ് പിറന്ന പാട്ടുകളാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതും. ആ കാലഘട്ടം, അതായത് 80 മുമ്പുള്ള കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവങ്ങൾ പറയുമ്പോൾ കണ്ണു നിറയും, കോരിത്തിരിക്കും. അവിടെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ നിന്നും ഇപ്പോഴും പാട്ടുകൾ ചെയ്യുന്ന ആളാണ്. ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സംഗീത സംവിധായകൻ ശ്രീ ജെറി അമൽദേവ് ഇപ്പോൾ അദ്ദേഹത്തെ ഓർക്കുന്നു. മിസ്റ്റർ പി ജയചന്ദ്രൻ എനിക്കായിട്ട് കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഞാൻ യേശുദാസിനെ ആദ്യം കാണുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ഇവിടെ വേറെയും നല്ല പാട്ടുകാരുണ്ട്. ഉദാഹരണത്തിന് മിസ്റ്റർ ജയചന്ദ്രൻ എന്ന് എന്നോട് ആദ്യ കാഴ്ചയിൽ തന്നെ പറഞ്ഞിരുന്നു. ദി ഫസ്റ്റ് മൂവി ഇൻ വിച്ച് മിസ്റ്റർ ജയചന്ദ്രൻ sang for me was directed by Mr. Shankaran Nair, or it was supposed to be directed by Mr. Shankaran Nair. പക്ഷെ അദ്ദേഹത്തിന് സലീൽ ചൗധരിയുടെ മ്യൂസിക്കായിരുന്നു ഇഷ്ടം. ബിക്കോസ് എന്താണ് മദനോത്സവം എന്നൊക്കെ പറയുന്ന സിനിമ എടുത്ത് കഴിഞ്ഞു അവർ തമ്മിൽ നല്ല പരിചയത്തിലായിരുന്നു. അപ്പോഴാണ് ഈരാളി എന്ന് പറയുന്ന പ്രൊഡ്യൂസർ എന്നെ ഈ ഒരു പാട്ടിനായിട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ജയചന്ദ്രൻ പാടിയ ആ പാട്ട് സിനിമയിൽ എടുത്തില്ല. ആ പാട്ട് നല്ല പാട്ടായിരുന്നു. മുറുക്കാതെ മണിച്ചുണ്ട് ചുവന്ന തത്തെ വടക്കേനി തിണ്ണമേലിരുന്നാട്ടെ തിണ്ണമേലിരുന്നാട്ടെ, ഇങ്ങനത്തെ ഒരു പാട്ടായിരുന്നു, ഒരു കോറസ് പാട്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് അദ്ദേഹം പാടിയ പാട്ടുകളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് എല്ലാം ഓർമ്മകൾ എന്ന പാട്ടാണ്. പി ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ എല്ലാം ഓർമ്മകൾ എന്നേ കുഴിയിൽ മൂടിയെന്നാണ്. പിന്നെ എനിക്ക് വേണ്ടി പാടിയ വേറൊരു പാട്ടാണ് പ്രേമത്തിൻ മണിവീണയിൽ സ്വരരാഗ സുന്ദരികൾ എന്നുള്ളൊരു പാട്ട്. പ്രേമത്തിൻ മണിവീണയിൽ സ്വരരാഗ സുന്ദരികൾ, അങ്ങനത്തെ നല്ലൊരു ഹാപ്പി പാട്ടായിരുന്നു. ആ സിനിമയും പ്രത്യേകിച്ച് പൂവിരിയും പുലരിയും എന്ന് പറയുന്ന സിനിമയിലെ പാട്ടായിരുന്നു. അതും പുറത്തേക്ക് വന്നില്ല. അങ്ങനെ പല പാട്ടുകളും അദ്ദേഹം എനിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. വളരെ നല്ല പാട്ടുകാരനായിരുന്നു. എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളുമായിരുന്നു. ഞങ്ങൾ മദ്രാസിൽ അത്ര ദൂരെയല്ലായിരുന്നു താമസിച്ചിരുന്നത്. മിസ്റ്റർ ജയചന്ദ്രൻ പ്ലേഡ് എ വെരി പിവറ്റൽ റോൾ ആൻഡ് ഹി വാസ് എ ഗുഡ് മാൻ. ഹി വാണ്ടഡ് ടു ഹെൽപ്പ് fellow musicians. This is the best memory I have of him. 5 സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, തമിഴ്നാട് ഒരു അവാർഡ്, തമിഴ്നാട് സ്റ്റേറ്റ് ഒരു അവാർഡ്, പിന്നെ കലൈമാമണി അവാർഡ്. കലൈമാമണിയൊക്കെ അവിടുത്തെ 97 ഈ ഞാൻ പറയുന്ന 5 സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടുമ്പോഴും വേറൊരു അവാർഡിന്റെ കഥയുണ്ട്. അതായത് JC ഡാനിയൽ അവാർഡ് സമഗ്ര സംഭാവന പുരസ്കാരം. ചെക്ക് വാങ്ങിച്ചിട്ട് മുഖ്യമന്ത്രി മുമ്പിൽ അല്ലാതെ വിശദമായിട്ട്. അതായത് അദ്ദേഹം ചേട്ടൻ പറയുന്ന കഥ, പി ജയചന്ദ്രൻ എന്ന് പറയുന്ന വലിയ ഗായകൻ JC ഡാനിയൽ എന്ന് പറയുന്ന കേരള സംസ്ഥാനം കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരങ്ങളിൽ ഒന്ന് വാങ്ങാൻ വേണ്ടി എത്തി. വേദിയിൽ വെച്ച് ചെക്ക് വാങ്ങിച്ചു. അപ്പോൾ പോക്കറ്റില്ല. വേദിയിൽ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ച്
ചെക്ക് 4 ആക്കി മടക്കി കൈയുടെ മടക്കിൽ വെച്ചു. ഏ? കൈയുടെ മടക്കിൽ വെച്ചു. കൈയുടെ മടക്കിൽ വെച്ചിട്ട് 2 മടക്ക്, ഇത്രയും ക്യാമറ, ഇത്രയും അല്ല, ടി അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു, അയ്യോ ഇത് ഞങ്ങളുടെ നാട്ടിലാണല്ലോ ഇങ്ങനെ ചുരുട്ടി വെക്കുക, നിങ്ങൾക്ക് ഇവിടെ ശീലോട്ടോ എന്ന് ചോദിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം. അതാ 5 ലക്ഷത്തിന്റെ ചെക്കാണ്. ഇങ്ങനെ ഒരാള് അത് ഇത് നമ്മളിപ്പോ പറഞ്ഞ അതിശയോക്തിയായിട്ട് തോന്നും അല്ലെ? സ്റ്റേജിൽ വെച്ച് മുഖ്യ ചെക്ക്. അതാണ് ചേട്ടൻ. ഒരു സംഗീത സംവിധായകൻ കൂടെ ഇപ്പം ജയേട്ടനെ ഓർക്കുന്നു, പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ദീപക് ദേവ്. എൻ്റെ പാട്ടുകളിൽ ആദ്യത്തെ പാട്ട് ജനത്തിലേക്ക് എത്തുന്ന ആദ്യത്തെ പാട്ട് സ്വയംവര ചന്ദ്രികയാണ്, ക്രോണിക് ബാച്ചറിലെ. അപ്പം സ്വയംവര ചന്ദ്രിക പാടിയ ജയേട്ടനും എൻ്റെ ലൈഫിൽ, എൻ്റെ കരിയറിലും വളരെ വളരെ ഒരു സ്പെഷ്യൽ പ്ലേസ് ഉള്ളൊരു വ്യക്തിയാണ്. കാണുമ്പോൾ നമുക്ക് വളരെ സ്റ്റിഫായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് തോന്നുമെങ്കിലും അദ്ദേഹത്തിനോട് അടുക്കുമ്പം അദ്ദേഹം വളരെ ഇന്നസെൻറ്റും വളരെ സിമ്പിൾ, വളരെ എന്താ പറയുക, ഈ ഹോളോ ആണ് ആൾ. കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു റിസർവ്ഡാന്നൊക്കെ വിചാരിക്കും. അടുത്ത് കഴിയുമ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. വളരെ വളരെ രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരു 10-15 വർഷം മുമ്പേ എൻ്റെ ഒരു കോൺസേർട്ട് ഉണ്ടായിരുന്നു കൊച്ചിയിൽ. അപ്പോൾ അതിൽ എല്ലാ സിംഗേഴ്സിനെയും, അതുവരെ എനിക്ക് പാടിയിരിക്കുന്ന എല്ലാ സിംഗേഴ്സും ആ സ്റ്റേജിൽ ഫീച്ചേർഡ് ആവുകയാണ്. അതൊരു ചാരിറ്റി ഷോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊമോഷണൽ ഫോട്ടോഗ്രാഫ് എടുക്കാനായിട്ട് നമ്മൾ എല്ലാ സിംഗേഴ്സും വൈറ്റ് ഡ്രസ്സിൽ വന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ് പറഞ്ഞത്. അപ്പോൾ ചിത്ര ചേച്ചി, സുജാത ചേച്ചി, പിന്നെ പല സിംഗേഴ്സും എല്ലാവരും അന്ന് അവിടെ കറക്റ്റായിട്ട് വൈറ്റ് ഡ്രസ്സിലെത്തി. ജയേട്ടൻ വന്നപ്പോൾ മാത്രം പച്ച ഷർട്ട്, ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ളൊരു ഷർട്ടിലാണ് വന്നത്, പരിപാടിയല്ലേ ഷർട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എല്ലാവരും ചേട്ടനെ നോക്കി. അപ്പോൾ ഞാനും ചേട്ടൻ എന്താ ഇത് പച്ച? അപ്പോൾ പുള്ളി പറഞ്ഞു, പച്ചയല്ലേ? അല്ല, എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, വൈറ്റ് ആയിരുന്നല്ലോ ചേട്ടാ. അത് നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ ചേട്ടാ മറന്നു പോയതോ, ബാക്കി എല്ലാവരുടെ അടുത്തും പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ഞാൻ പച്ചയിൽ വന്നു. നമ്മൾ പച്ചയിൽ, ഞാൻ മാത്രം പച്ചയിലായിരിക്കും, ബാക്കി എല്ലാവരും വെള്ളയായിരിക്കും. ഞാൻ പറഞ്ഞു, അയ്യോ ചേട്ടാ അങ്ങനെ പറയല്ലേ, ഒരേ ചാരിറ്റിക്കുള്ളൊരു പ്രോഗ്രാം ആയതുകൊണ്ട് എല്ലാവരും ഒരേ മാതിരി ഇരിക്കണം. അപ്പോൾ പുള്ളി എപ്പോഴത്തെയും പോലെ ആദ്യം കുറച്ച് വാശി പിടിച്ചിട്ട് പറഞ്ഞു, ഒരു രക്ഷയില്ല, ഞാൻ ഇന്ന് പച്ചയിലാണ് ഞാനുണ്ടാവുക. ചിത്ര ചേച്ചിക്കും സുജാ ചേച്ചിക്കൊക്കെ വളരെയധികം ടെൻഷൻ വന്നു തുടങ്ങി ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പം. അപ്പം കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടും അവിടുത്തെ ഒരു വൈബ് കുറച്ച് ഡാർക്കായി തുടങ്ങി ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പം. എല്ലാ സിംഗേഴ്സും ഉണ്ട്. അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് ഒരു പയ്യനുണ്ടായിരുന്നു, അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ശിവകുമാർ ഒരു കാര്യം ചെയ്യും, അടുത്ത ഷോപ്പിംഗ് സെൻറ്ററിൽ നിന്ന് പോയിട്ട് 2 ഷർട്ട് വാങ്ങും. ഇപ്പോൾ ചേട്ടൻ എന്നെ ഇങ്ങനെ നോക്കി, നടക്കില്ല ഏട്ടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശിവകുമാർ 2 ഷർട്ട് സൈസ് 40 എന്ന് പറഞ്ഞപ്പം ജയേട്ടനോട് തന്നെ, ഇല്ല എൻ്റെ സൈസ് 42 എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറയുന്നതും എല്ലാവരും അവിടെ ഇരിക്കുന്ന ആൾക്കാർ പൊട്ടിച്ചിരിച്ചു. കാരണം ഇത്രയേ ഉള്ളൂ ചേട്ടൻ വെറുതെ നമ്മളെ ഒരു പ്രഷർ കയറ്റാനായിട്ട് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട്, ഓക്കെ ഒരു ഷർട്ട് വേണമെങ്കിൽ വേറൊരു ഷർട്ട് വാങ്ങിച്ചിടാം. പക്ഷേ നമ്മളെ വെറുതെ ഒരു ടെൻഷൻ പിടിപ്പിക്കുന്നതിലൊരു രസം, അത് ഭയങ്കര. അന്ന് എല്ലാവരും ആ പൊട്ടിച്ചിരിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇദ്ദേഹം എന്തൊരു ഒരു ശുദ്ധനാണ് അകത്ത് എന്ന്. അപ്പോൾ അതൊക്കെയാണ് ജയേട്ടനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്നും എൻ്റെ മനസ്സിൽ ഞാൻ കാത്തു സൂക്ഷിക്കുന്നത്. 60 വർഷം, ഇപ്പോൾ 65 മുതൽ 2005 60 വർഷക്കാലമായിട്ട് എല്ലാ വർഷവും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗായകനാണ്. ഒരു ലോക റെക്കോർഡാണ്. ഒരു സിനിമ സംഗീത ചരിത്രം നോക്കിയ ലോക റെക്കോർഡാണ്. ഏത് ഗായകനായാലും അവർക്ക് ഒരു പീരീഡ് കഴിയുമ്പോൾ അവർ ആക്റ്റീവ് അല്ലാതായിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം 65 മുതൽ ഈ 2025 ഇവിടെ വാങ്ങുന്നത്. കാരണം ഈ വർഷവും 2024 4 സിനിമയിൽ പാട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇനി പാട്ട് വരാനുണ്ട്. എല്ലാ വർഷങ്ങളിലും എല്ലാ വർഷങ്ങളും ഒരു ഹിറ്റ് പാട്ടെങ്കിലും അദ്ദേഹം ഉണ്ടാവും. പിന്നെ ഒരു വർഷം കുറഞ്ഞത് ഒരു മാസം ഒരു 8-10 ആൽബം സോങ്സ്, റൊമാൻറ്റിക് ഓർ ഡിവോഷണൽ, എല്ലാ മാസവും കണ്ടിന്യൂസ് പാടിയിട്ടുണ്ട്. 79 മറ്റേ 10-90 പാട്ടുണ്ട്. അതെ ഒരു കൊല്ലം. അതെ, 92 പാട്ട് ഒരു കൊല്ലം. അതപ്പോ അത് മാത്രമല്ല, അദ്ദേഹം 73 തമിഴ് സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, MSV ഇൻട്രൊഡ്യൂസ് ചെയ്തു. മണിപ്പയൽ എന്ന ചിത്രത്തിലെ തങ്കച്ചിമേ പോൽ ഇതഴോ എന്നൊരു പാട്ട്. അത് കഴിഞ്ഞ് 77 ആയപ്പോഴത്തേക്ക് ഇളയരാജ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ ഓരോരോ കവി മഹാദേവൻ, ആ തമിഴിലുള്ള മിക്കവാറും എല്ലാ ഈ ലേറ്റസ്റ്റ് ശ്രീകാന്ത് ദേവയുടെ മകൻ വരെ അദ്ദേഹത്തെ പാടിച്ചിട്ടുണ്ട്. പിന്നെ AR റഹ്മാൻ്റെ എന്മേൽ വീഴുന്ന മഴത്തുള്ളിയെ, ആ പാട്ടൊക്കെ. എന്നിട്ട് റഹ്മാൻ്റെ ഒരു കേസിൽ ഒരു രസകരമായ സംഭവം ഉള്ളത്, 2002 കന്നത്തിൽ മുത്തപ്പെട്ടാൾ സിനിമയിൽ ഒരു ദൈവം തന്ന പൂവയുടെ റെക്കോർഡിങ് രാത്രി 12 മണിക്ക് ചെല്ലാൻ പറയുന്നു. അങ്ങനെയാണ് അദ്ദേഹം റെക്കോർഡിങ് രീതി. 12 മണിക്ക് മകൻ ദിനനാഥനെ കൂട്ടി ചെല്ലുന്നു, പാട്ടെടുക്കുന്നു. ഒരു 3 മണി വരെ ആയപ്പോൾ പാട്ട് തീർന്നു.
അപ്പം പറഞ്ഞു, സാർ ഒരു 6 വരി ഹിന്ദിയുണ്ട്, അതോടെ പാടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് നടക്കില്ല, രക്ഷയില്ല, എനിക്ക് ഹിന്ദിയൊന്നുമല്ല, എനിക്ക് ഉറക്കം വന്നിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. നിർബന്ധം പിടിച്ചു. അപ്പോൾ പിന്നെ ദിനു ഒരു AR റഹ്മാൻ്റെ ആരാധകനാണ്. അച്ഛാ എങ്ങനെയെങ്കിലും പാടണം, റഹ്മാൻ സാറല്ലേ പറഞ്ഞു പറഞ്ഞു. അവസാനം ആ വരി പാടിക്കൊടുത്തു. ഒരു 2008 ആയപ്പോൾ ഒരു ദിവസം എന്നെ വിളിക്കുന്നു മാഷ്, ഈ റഹ്മാൻ്റെ വയലിസ്റ്റ് രാമേന്ദ്രനെ വിളിച്ചിരുന്നു, ഞാൻ പാടി ഹിന്ദി പാട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെങ്ങനെ ഹിന്ദി പാട്ട് പാടി? അപ്പോൾ പറഞ്ഞു, അല്ല ഞാൻ 2002 മാഷ് 6 വരി പാടിയില്ലേ, അപ്പോൾ ആ പാട്ടായിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ നെറ്റ് സെർച്ച് ചെയ്തപ്പോൾ ആ 6 വരിയും അൽക്ക യാഗ്നികളുണ്ട് ബാക്കി ഒരു 6 വരിയും ചേർത്തിട്ട് ഒരു ഡ്യുവറ്റാക്കി അദാ എന്ന ഹിന്ദി ഫിലിമിലോട്ട്. ഇതാണ് പാട്ട്. മുജേ മിലോ അൽക്ക യാഗ്നിക്കും അദ്ദേഹം കൂടി. എന്തൊരു പാട്ട്. പിന്നെ വേറൊരു 10-14 ഹിന്ദി പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഡബ്ബിംഗ് പടങ്ങളാണ്, അല്ലാതെ ഒറിജിനൽ സോങ്സ് അല്ല. പക്ഷേ തെലുങ്കിലും കന്നഡയിലും 80-81 കാലത്ത് ഒരുപാട് പാട്ടുകൾ പാടി തുടങ്ങി. രമേശ് നായിഡു, രംഗറാവു തുടങ്ങിയുള്ള സംഗീത സംവിധായകർ. ബി വി കാരന്തിൻ്റെ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും കിട്ടിയ ഒരു പടമുണ്ട്, ഫണിയമ്മ എന്ന് പറഞ്ഞിട്ട്. ആ ഫണിയമ്മയുടെ ഡയറക്ടർ എന്നുള്ളത് ബി വി കാരന്തിൻ്റെ ഭാര്യ പ്രേമ കാരന്ത്. ഈ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ ബി വി കാരന്താണ്. അപ്പം ബി വി കാരന്തിൻ്റെ സംഗീതത്തിൽ ഏനിന്നെ തായി എന്ന് പറഞ്ഞുകൊണ്ട് ആകെ 2 പാട്ടേ ഉള്ളൂ, ഒന്ന് ജാനകിയമ്മയും ഒന്ന് ജയചന്ദ്രൻ മാഷ്. വീണ്ടും പി ജയേന്ദ്രൻ എന്ന അനശ്വര ഗായകനെ ഓർക്കുന്നു, സംഗീത സംവിധായകൻ അൽഫോൻസ്. ജേട്ടനെ പറ്റി പറയുമ്പോൾ ജേട്ടൻ ഒരു പാട്ടുകാരൻ എന്നുള്ള ആ ഒരു നില മാത്രമല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു ബന്ധമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത് വെള്ളിത്തിരയിൽ എൻ്റെ പാട്ടുകൾ കമ്പോസിങ് എല്ലാം കഴിഞ്ഞ് പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോകാൻ ഒരുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഇളയപ്പനുണ്ട്. എന്നെ മ്യൂസിക്കലി വെസ്റ്റേൺ മ്യൂസിക്കിലേക്ക് എന്നെ ഗൈഡ് ചെയ്തത് എൻ്റെ ഇളയപ്പനായിരുന്നു, KK പോൾ എന്ന് പറയും. അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ വന്ന് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു അവസാനത്തെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ വെള്ളിത്തിരയിലെ കമ്പോസിഷനും ഓർക്കസ്ട്രേഷൻ ഇതുകളെല്ലാം നടക്കുന്നത്. അപ്പോൾ ജയേട്ടനാണ് ഒരു പാട്ട് പാടുന്നതെന്ന് ഞാൻ ഇളയപ്പന് പാട്ടെല്ലാം കേൾപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ പാട്ട് ജയേട്ടനാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇളയപ്പന് ഒത്തിരി സന്തോഷമായി. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊന്ന് എനിക്കൊരു ലെറ്റർ തരാം, അത് കൊണ്ടുപോയി നീ ജയേട്ടന് കൊടുക്കണം. അങ്ങനെ ആ ലെറ്ററിൽ ഇളയപ്പനിങ്ങനെ എഴുതി, എൻ്റെ സ്വന്തം മോനാണ്, വളരെയധികം സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ജയേട്ടൻ ആ ഒരു കരുതലും സ്നേഹവും തുടർന്ന് അതിനുശേഷം ത്രൂ ഔട്ട് ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് വെള്ളിത്തിരയിൽ നീ മണിമുകിലാടുകൾ എന്നുള്ള പാട്ട് പാടി കഴിഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അൽഫോൺസ് നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം, ഒരു സർപ്രൈസ് ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ ജ്യേഷ്ഠനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അദ്ദേഹത്തിൻ്റെ കാറിൽ തന്നെ ഞങ്ങൾ കയറ്റിയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയുണ്ടായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് ദേവരാജ മാസ്റ്റർ വീടായിരുന്നു. അവിടെ ചെന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇന്ന് തന്നെ ദേവരാജ മാസ്റ്ററുടെ അനുഗ്രഹം മേടിച്ചിട്ട് ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. അങ്ങനെ അവിടെ ചെന്ന് എനിക്കൊരു ഭയം ഉണ്ടായിരുന്ന കാര്യം, ദേവരാജ മാസ്റ്റർ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ചെന്നപ്പം ജയേട്ടൻ ഞങ്ങളെ കൊണ്ടുപോയത് കൊണ്ട് തന്നെ ആകാം, ഞങ്ങൾ വളരെ കാര്യമായിട്ട് ഞങ്ങളോട് വർത്തമാനം പറഞ്ഞു, എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു, ഞാൻ കുമ്പിട്ട് നമസ്കരിച്ചു, കുറേ സമയം മ്യൂസിക്കിനെ കുറിച്ച് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അതൊരു എൻ്റെ മ്യൂസിക് കരിയറിൽ ഒരു വലിയൊരു തുടക്കം, ഒരു അനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു തുടക്കമായിട്ട് എനിക്കത് നടത്തി തന്നത് ചേട്ടനായിരുന്നു. പല കാര്യങ്ങൾ നമ്മൾ വിട്ടു പോകുമ്പോഴാണ് നമുക്കതിൻ്റെ മൂല്യം കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ചേട്ടൻ്റെ ആ സ്വരം തീർച്ചയായും ഒരു നഷ്ടം തന്നെയാണ്. ഓർമ്മകൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. 99 അയ്യപ്പഗാനം കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് ഒരു ഭാഗ്യം പോലെ 2002 ആദ്യ സിനിമയിൽ എഴുതുമ്പോഴത്തേക്ക് ആദ്യ സിനിമയിലെ ആദ്യ പാട്ട് ജേട്ടൻ പാടി. ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്, രാജീവ് ആലിങ്കൽ ഹാപ്പിയാണ്, ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്. ഞാൻ ഇപ്പോഴും ഹാപ്പിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ആ പാട്ടിലൂടെ തന്നെ ഈ 24ാമത്തെ വർഷവും പാട്ടെഴുതി സിനിമയിൽ തന്നെ നിൽക്കുന്നു. അതിനേക്കാൾ വലിയൊരു ഭാഗ്യം ജയചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നിലാവാണ്. നിങ്ങൾ എഴുതിയതും അങ്ങനെയാണ്, തിങ്കൾ നിലാവിൻ. ഒരുപാട് മനോഹരമായ ഭക്തിഗാനങ്ങൾ ജയേട്ടന് വേണ്ടി എഴുതിയിട്ടുള്ള, സിനിമാ ഗാനങ്ങളും എഴുതിയിട്ടുള്ള പ്രിയപ്പെട്ട രചയിതാവ് RK ദാമോദരൻ സാർ. പി ജയചന്ദ്രൻ എന്ന് പറയുന്ന ഗായകൻ, പി എന്ന് പറയുന്ന ആ ഇനീഷ്യൽ പോലെ തന്നെ ഞാൻ കാണുന്നത് ഒരു പാലിയൻ ജയചന്ദ്രൻ, ഒരു പാട്ട് ജയചന്ദ്രൻ, ഒരു പ്രാന്തൻ ജയചന്ദ്രൻ എന്ന് 3 ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആദ്യം തന്നെ അദ്ദേഹം പാലിയത്ത് തറവാട്ടിലാണ്, എറണാകുളത്തെ ചേന്നമംഗലത്തെ പാലിയത്ത് തറവാട്ടിലാണ്. അപ്പോൾ ഈ പാലിയത്ത് തറവാട്ടിലെ ജയചന്ദ്രൻ നമുക്കറിയാം 1958
യുവജനോത്സവത്തിലൂടെയാണ് വരുന്നത്. യേശുദാസിൻ്റെ കൂടെ മൃദംഗം വായിച്ചാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം മൃദംഗം കൊട്ടിക്കൊണ്ടാണ് വരുന്നത്, അന്നൊരു പാട്ടുകാരനല്ല. അപ്പോൾ ഇതെന്താണ് കൊട്ടിലൂടെ വന്നത് എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, പാലിയം തറവാട്ടിൽ അവിടെ ഒരു കൊട്ടും ചിരിയും ഭഗവതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭഗവതി ഉണ്ട്. പാലിയത്തെ ഭരദേവതയാണ്. അവിടുത്തെ ആയതുകൊണ്ട് അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ദേവിയുടെ മുമ്പിൽ പോയി കൈ കൊട്ടുക, ഉറക്കെ ചിരിക്കുക, പ്രദക്ഷിണം വയ്ക്കുക. നമ്മൾ അങ്ങനെ ആ ഭഗവതിയോട് പറഞ്ഞാൽ എന്തും സാധിച്ചു തരുന്നതാണ്. അപ്പോൾ ആദ്യം ആ ഭഗവതിയിൽ കൊട്ടാണ്, കൊട്ടും ചിരിയും എന്നുള്ളത്. ആ കൊട്ടിലൂടെയാണ് ജയേട്ടൻ വളർന്നത്. പിന്നെ അദ്ദേഹത്തിനെ ഭാവഗായകൻ എന്നാണ് നമ്മളെല്ലാവരും പാടി പാടി വന്ന്. എങ്ങനെയാണ് ഒട്ടും പഠിക്കാത്ത, അക്കാഡമിക്കലായിട്ട് ഒരു പഠിപ്പുമില്ലാത്ത, ശാസ്ത്രീയ സംഗീതം പഠിക്കാത്ത ജയേട്ടൻ പാടുന്നതും ഭാവഗായകനാവുന്നത് വെച്ചാൽ, അദ്ദേഹം ഈ തൃപ്പൂണിത്തുറയിലായാലും ചേന്നമംഗലത്തായാലും കൂടൽമാണിക്യ സ്ഥാനത്ത് കഥകളി പറമ്പിൽ പോയിരുന്ന് കാണുക, മേളം കേൾക്കുക, കൂടിയാട്ടം കാണുക, ഇങ്ങനെയുള്ള സമൃദ്ധമായ സംസ്കാരം ഉണ്ടായിരുന്നു അദ്ദേഹം. അതിൽ നിന്ന് ആർജിച്ചെടുത്ത ഒരു ഭാവമുണ്ട്, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതാണത്. അത് എന്ത് പാടുമ്പോഴും ജയേട്ടൻ എന്ത് പറയുമ്പോഴും അതിൻ്റെ വികാരത്തോടുകൂടി അത് കൊണ്ടുവരാൻ പറ്റും. കൊടുങ്ങല്ലൂർ വെച്ച് കരിമുകിൽ കാട്ടിലെ പാടിയിട്ട് ആ പാട്ട് പാടി കരയിൽ നീ മാത്രമായി എന്ന് ഭാസ്കരൻ മാഷിന് ഭയങ്കര വികാരം കൊണ്ടു. അതിനുശേഷം ഭാസ്കരൻ മാഷ് പറഞ്ഞു, ഞാൻ കടലാസിൽ എഴുതിയിട്ടപ്പോൾ ഇത്രയും വികാരവും ഭാവവും ഉണ്ടെന്ന് ഇതിന് വിവരിച്ചില്ല. ഇപ്പം ജയൻ ഇവിടെ പാടിക്കഴിഞ്ഞപ്പോൾ ആ ഭാവം മുഴുവൻ എടുത്തിട്ട് ആ വിരഹത്തിൻ്റെയും വിപ്രലംബത്തിൻ്റെയും കരയിൽ നീ മാത്രമായി എന്ന് പറയുന്ന ആ സംഭവം കൊണ്ടുവരാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇയാളാണ് ഏറ്റവും വലിയ ഭാവഗായകൻ എന്നാണ് അങ്ങനെ ഒരു ടൈറ്റിൽ വരികയാണ്. പിന്നെ അദ്ദേഹത്തിന് പ്രാന്തൻ ജയേന്ദ്രൻ എന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ഈ മീശ എന്താണ് പിരിച്ചു വെക്കുന്നത്, കൈ എന്താണ് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്, കയ്യിൽ കൊണ്ടുകൊടുത്ത് എന്താണ് സ്റ്റേജിൽ വരണത്, എടോ അതൊക്കെ ഒരു പ്രാന്തല്ലേടോ എന്ന് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. എൻ്റെ 120 പാട്ടുകളോളം ജയേട്ടൻ പാടിയുണ്ട്. അതൊക്കെ പാടുമ്പോഴും ഞങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. പറഞ്ഞു കൊടുത്തതൊന്നുമല്ല അദ്ദേഹം പാടുക. ചിലപ്പോൾ അതിൽ താഴെ പാടും, ചിലപ്പോൾ വളരെ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ പാടും. വലിയൊരു നഷ്ടമാണ് ജയേട്ടൻ്റെ എല്ലാ പാട്ടുകളും. മലയാളം ഉള്ളോടത്തോളം കാലം നിലനിൽക്കും. അതാണ് പാലിയൻ ജയേന്ദ്രൻ, പാട്ട് ജയേന്ദ്രൻ, അല്ലെങ്കിൽ പ്രാന്തൻ ജയേന്ദ്രൻ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. നമസ്കാരം. എന്നും എപ്പോഴും മലയാളിക്ക് കേൾക്കാവുന്ന ഭാവസുന്ദര ഗീതങ്ങൾ, കാവ്യപുസ്തകങ്ങളാണ് ജയേട്ടൻ്റെ ഓരോ പാട്ടുകളും, എന്നും എപ്പോഴും. അതെ, ഇത് രാജലക്ഷ്മി ഡുവേറ്റ് പാടിയിട്ടുള്ള പാട്ട് വിദ്യാജിയുടെ സത്യനന്ദികാടിന്റെ സിനിമ എന്നും എപ്പോഴും അവാർഡ് കിട്ടിയ പാട്ട്, ബെസ്റ്റ് സിംഗർക്കുള്ള 5ാമത്തെ ജയേട്ടന് അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ 3 പാട്ടുകളിൽ ഒന്ന് ഇതാണ്. മലർവാക കൊമ്പത്ത് മണിമേഘ തുമ്പത്ത് മഴവില്ലിൻ തുഞ്ചത്ത് ചാഞ്ചാടു കിളിയേ കിളിയേ പുണരുമ്പോൾ പിടയാതെ ചിറകാലെ കുടയാതെ ഇടനെഞ്ചിൻ മഞ്ചത്തിൽ ചാഞ്ചാടു കിളിയേ കിളിയേ വെയിലാറി നീ വാ വാ പകൽ പോയി നീ വാ വാ അനുരാഗ കിളിയേ കിളിയേ ചാഞ്ചാടു കിളിയേ കിളിയേ മലർവാക കൊമ്പത്ത് മണിമേഘ തുമ്പത്ത് മഴവില്ലിൻ തുഞ്ചത്ത് ചാഞ്ചാട് കിളിയേ കിളിയേ. അനശ്വര ഗായകൻ ശ്രീ പി ജയചന്ദ്രന്റെ ഓർമ്മകളുമായി സംഗീത സംവിധായകൻ TS രാധാകൃഷ്ണൻ. ഏകദേശം 6 പതിറ്റാണ്ടോളം മലയാളികളുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം നേടിയ ഒരു വ്യക്തിത്വമാണ് ഭാവഗായകൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജയേട്ടൻ. ഞങ്ങൾ തമ്മിലൊരു 45 വർഷത്തെ പരിചയം. കാരണം ഞാൻ ഭക്തിഗാനരംഗത്ത് തുടക്കകാലം മുതൽ ആദ്യത്തെ കേരളത്തിൽ നിന്നിറങ്ങുന്ന ആൽബം ഹരിശ്രീ പ്രസാദം എന്ന ആൽബത്തിൽ ശ്രീവാഴും പഴവങ്ങാടിയിലെ ഗണപതി ഭഗവാനെ എന്നുള്ള ഗാനം ആലപിച്ചുകൊണ്ടാണ് ജയേട്ടൻ എന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷം അനേകം ഭക്തിഗാനങ്ങൾ, പ്രത്യേകിച്ച് കർപ്പൂരദീപം എന്ന അയ്യപ്പ ഭക്തിഗാനങ്ങൾ ആദ്യമായിട്ട് ജയേട്ടൻ പാടുന്ന ഫുൾ ആൽബം കർപ്പൂരദീപം, അതിനുശേഷം ഗുരുവായൂരപ്പ ഭക്തിഗാനങ്ങൾ, ദേവി ഭക്തിഗാനങ്ങൾ. കഴിഞ്ഞ വർഷം പോലും ഒരു ഗുരുവായൂരപ്പൻ്റെയും ദേവിയുടെയും 2 ഗാനങ്ങൾ എനിക്ക് വേണ്ടി ജയേട്ടൻ പാടിത്തന്നു. അനേകം ഓണപ്പാട്ടുകൾ, ഇങ്ങനെ എത്രയോ ഓർമ്മകളുണ്ട്. കാരണം സിനിമയായിട്ട് അധികം ബന്ധമില്ലാത്തതുകൊണ്ട്
ഭക്തിഗാന രംഗത്തായതുകൊണ്ട് മാത്രം. അതിലുമുപരി 94 മുതൽ തുടർച്ചയായിട്ട് ജയേട്ടൻ്റെ ഭക്തിഗാന പരിപാടിയിൽ ഓർക്കസ്ട്ര കൊടുക്കാനുള്ളൊരു ഭാഗ്യം കൂടി എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട്. അനേകം വേദികൾ കേരളത്തിനകത്തും പുറത്തും ജയേട്ടനായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചു. ഒന്നും പറയാനില്ല, കാരണം അതിന് ഈക്വൽ ടു ജയചന്ദ്രൻ ഈസ് ജയചന്ദ്രൻ എന്നെ സംബന്ധിച്ചിടത്തോളം. അതിന് നമുക്ക് ആരും താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അദ്ദേഹം അങ്ങനെ ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഒരു രാഗത്തിൽ നിന്നും അദ്ദേഹത്തിന് യാതൊരു സംശയവും ഉണ്ടാവില്ല. ഏത് രാഗത്തിൽ പാട്ട് ചെയ്ത് കൊടുത്താലും ദക്ഷിണാമൂർത്തി സ്വാമിയുടെ തോടി രാഗത്തിലൊരു അയ്യപ്പൻ്റെ പാട്ടുണ്ട്, അതൊക്കെ ജയേട്ടൻ സ്റ്റേജിൽ പാടാറുണ്ട്. തോടി എന്ന ഈ രാഗം വളരെ എന്താ പറയുക, പഠിച്ച് പാടുന്നവർക്ക് പോലും ബുദ്ധിമുട്ടുള്ള രാഗത്തെ ജയേട്ടൻ വളരെ അനായാസമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ഞങ്ങൾ ചെയ്തിട്ടുള്ള പല വർക്കുകളിലും അപൂർവ രാഗങ്ങളൊക്കെ ജയേട്ടൻ വളരെ മനോഹരമായിട്ട് പാടിത്തന്നു. ഭാവം, അതാണ് ഭാവഗായകൻ എന്നുള്ള ആ പദം. നമുക്ക് എന്തോ മറ്റൊരു സവിശേഷത എന്താ വെച്ചാൽ ജയേട്ടൻ്റെയൊക്കെ ശബ്ദത്തിന് നമ്മൾ ഈ റെക്കോർഡിങ്ങിലൊക്കെ വന്നു കഴിയുമ്പോൾ എനിക്ക് ശ്രദ്ധിച്ചിട്ടുള്ള അതൊക്കെയാണ്, ഈ ഈക്വലൈസർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതൊന്നും ജയേട്ടൻ്റെ ശബ്ദത്തിനൊന്നും ആവശ്യമില്ല. അവിടെ ഐസ് കൂട്ടുക, അല്ലെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ ബേസ് കുറയ്ക്കുക, മിഡ് വയ്ക്കുക, ഇതൊക്കെ അങ്ങനെ ജനിച്ചപ്പോൾ തന്നെ അങ്ങനെ ഒരു ശബ്ദമാണ് ദൈവം കൊടുത്തയച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ ഗായകനാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് നികത്താൻ ഇനി ഒരാൾ ജനിച്ചാൽ മാത്രമേ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. അത്ര മഹാനായ ഗായകൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ അനന്തകോടി പ്രണാമം. എൻ്റെ അഭിപ്രായത്തിൽ ജയേട്ടൻ ഒരു പാട്ട് പാടുമ്പോഴും ഒരു ആശങ്കയില്ല, അങ്ങനെ പാടുന്നു. ചിലപ്പം ജയേട്ടൻ്റെ ട്യൂണിലൊക്കെ പാടിക്കളയും കേട്ടോ, അതൊക്കെ മതി എന്ന് പറയും. പക്ഷെ അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. ഓർമ്മയിലെന്നും പി ജയേന്ദ്രൻ. പറഞ്ഞാൽ തീരാത്ത, പാടിയാൽ തീരാത്ത, ഓർത്താലും കേട്ടാലും തീരാത്ത അത്രയും ഓർമ്മകൾ, അത്രയും പാട്ടുകൾ, അത്രയും വലിയ സൗഹൃദം. അങ്ങനെ ഒരാളെക്കുറിച്ച് ഓർക്കുക, അയാളെക്കുറിച്ച് പറയുക എന്ന് പറയുന്നതിന് ഹ്രസ്വമായ ഈ സമയം വലിയൊരു പോരായ്മ തന്നെയാണ്. എങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട, നമ്മൾ കേൾക്കുന്ന പി ജയേന്ദ്രൻ എന്ന ഗായകൻ്റെ വ്യക്തി, കലാകാരൻ, സൗഹൃദങ്ങൾ തുടങ്ങിയതിലൂടെ എല്ലാമുള്ള ഒരു ഓട്ടപ്രദർശനമായിരുന്നു എപ്പിസോഡിലൂടെ നമുക്ക് കാണാനായത്, കേൾക്കാനായത്. എപ്പിസോഡ് അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് കിടക്കുന്നു. ആൽബം സൈനിങ്. അന്തരശ്രുസരസിൽ നീന്തിടും ഹംസഗീതങ്ങളില്ലയോ, ശബ്ദസാഗരത്തിൻ അഗാധ നിശബ്ദ ശാന്തതയില്ലയോ, ഇല്ലയോ ഇല്ലയോ, കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ, ഒരു ദേവദൂതികയാണു നീ. മറക്കാനാവാത്ത വിധം മനസ്സിൽ തുളുമ്പുന്ന മൗനാനുരാഗങ്ങളുടെ ലോലഭാവങ്ങൾ സ്വരസ്പർശനങ്ങളിലൂടെ മലയാളിക്ക് സമ്മാനിച്ച് മലയാളത്തിന്റെ പ്രിയ ഗായകൻ പി ജയചന്ദ്രനെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെയുള്ള യാത്ര ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ലക്കത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ.